ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മോമോ. ഗുഡ് മോർണിംഗ് റൂഫി. അല്ല സോറോ. ഗുഡ് മോർണിംഗ് റൂഫി. നമ്മൾ ഇന്ന് മോർണിംഗ് വാക്ക് വന്നിട്ടുണ്ട്. ഇന്നലെ വന്നില്ല ഞാൻ. ഇന്നലെ എനിക്ക് കുറച്ച് വയ്യായിരുന്നു രാവിലെ. ഇന്നലെ എഗെയിൻ സുഖി ഒറ്റക്കാണ് വന്നത്. പിന്നെ മോമോ ഇപ്പോൾ ഒരു 4 days ആയിട്ട് ബാൽക്കണിയിലൊന്നും മൂത്രമൊഴിക്കണില്ല കേട്ടാ. പുറത്ത് വരുന്നവരെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഷീ ഗോട്ട് യൂസ് ടു അവർ റൂട്ടീൻ. അത് എവിടെ നിന്ന് തിരിച്ചു പോകും. അവിടെ ഫുൾ കച്ചറയാ സുഖി. ഇങ്ങോട്ട് നോക്ക്, ഇവിടെ ഒക്കെ ഈ രാത്രി ഇരുന്ന ആൾക്കാർ വെള്ളമടിച്ചിട്ട് എല്ലാ പ്ലാസ്റ്റിക്കും ഫുഡ് വേസ്റ്റ് എല്ലാം റോട്ടിലിട്ട് പോയിട്ടുണ്ട്. ഈ റോഡ് ഭയങ്കര മോശമായിട്ടാ. ഇവിടെ ഫുള്ള് ഇപ്പൊ ഒന്നെങ്കിൽ ബോട്ടിൽ പൊട്ടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതേപോലെ നിറയെ കുപ്പയാക്കിയിട്ടുണ്ട്. അല്ലേ മൊമോ? മൊമോ വെരി ബാഡ് പറയേ മൊമോ. ഇങ്ങോട്ട് നോക്ക്, വെരി ബാഡ്. ഇപ്പൊ ഓൾമോസ്റ്റ് 7-8 മണിയായി. ഞങ്ങളുടെ പ്ലാൻ പ്രകാരം വേഗം തിരിച്ചു പോവുക, കിടന്നുറങ്ങുക, എന്നിട്ടൊരു 12 മണിയൊക്കെ ആകുമ്പോൾ എണീക്കുക, റെഡിയാകുക, പുറപ്പെടുക. എവിടേക്കാ പോകണമെന്നല്ലേ അത് ഞാൻ കാണിച്ചു തരാം. ഇന്ന് ഞങ്ങളൊരു കുഞ്ഞ് ട്രിപ്പ് പോണുണ്ട്, ഒരു സ്റ്റേക്കേഷൻ. ഓക്കെ, അത് കാണിക്കാം, പോയിട്ട് കാണിക്കാം. ഇന്ന് അഗെയിൻ മോർണിംഗ് ഡ്രിങ്ക് ഫെനുഗ്രീക്ക് വാട്ടർ, മേത്തി വാട്ടർ. പിന്നെ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ടാവില്ല. ഇന്ന് നമ്മൾ മഷ്റൂം ചീസ് ഓംലെറ്റും അവക്കാഡോ ബനാന സ്മൂത്തിയുമാണ് ഉണ്ടാക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ്. കാരണം നമ്മളിന്ന് ട്രാവലിംഗ് അല്ല, അപ്പോൾ ഉള്ള സാധനങ്ങളെല്ലാം ഫിനിഷ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു കൊട്ടിക്കലാശമാണ് ഇന്ന് നടക്കുന്നത്. സോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി. ഇത് മഷ്റൂം ചീസ് ഓംലെറ്റ്, പിന്നെ ബാലൻസ് ഉണ്ടായിരുന്ന 2 കുഞ്ഞി സ്ലൈസ് ബ്രെഡ്, അവക്കാഡോ ബനാന ഡേറ്റ്സ് സ്മൂത്തി. സോ ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. പെട്ടെന്ന് കഴിച്ചിട്ട് കുറച്ച് നേരം ഉറങ്ങണം, ഇല്ലെങ്കിൽ നമുക്ക് ശരിയാവില്ല. നമുക്ക് ഇനി ഡ്രൈവ് ചെയ്ത് പോകണം. ഓക്കെ, അങ്ങനെ നമ്മുടെ പാക്കിംഗ് ഒരുവിധം കഴിഞ്ഞു. ഇതാ ഓക്കെ, ഇനി കുറച്ച് ഞാൻ ഇപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന സാധനങ്ങൾ കൂടെ വെച്ചാൽ പെട്ടി പാക്ക് ചെയ്യും. സുഖി ഇതവിടെ എനിക്ക് ബിരിയാണി, എനിക്ക് വായിൽ ഇപ്പോഴേ കൊതി വരുന്നുണ്ട്. സുഖി എനിക്ക് വാരി തരുന്നുണ്ട്, കഴിക്കണമുണ്ട്. ഇത് ഞങ്ങളുടെ ലഞ്ച്. ഇന്നലത്തേന്ന് കുറച്ച് ബിരിയാണി ഞങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. താഴെ ദിവസത്തെ ബിരിയാണി അടുത്ത ദിവസം കഴിക്കാൻ അടിപൊളിയാണ്. ശരി, ഞാൻ അങ്ങനെ റെഡി ആകട്ടെ. So this is my OOTD of the day. ഇതാണ് പോകുമ്പോഴുള്ളത്. പോയിടണ മാറ്റും, കാരണം അവിടെ നല്ല വെയിലാണ്, ടാൻ ആകും. അപ്പൊ നമ്മൾ വേറെ ഡ്രസ്സ് എടുത്തിടണം. പിന്നെ ഇത് ഷൂ വരും, ഇതിന്റെ കൂടെ ആഡ് ഓൺ വൈറ്റ് ഷൂസ് വരും. പിന്നെ ഈ ബാഗ് ക്രോസ് ബോഡി ഡെനിം ബാഗ്. പിന്നെ വെയിൽ കൊള്ളാതിരിക്കാൻ ഗ്രില്ല് പാക്ക് ചെയ്യാനുണ്ട്. ഈ ഗ്രില്ല് പാക്ക് ചെയ്യണം. എന്റെ ചീപ്പ് ക്ലിപ്പ്, ജാക്ക്. നീ ജാക്ക് എടുക്കണ്ട? 2 ആളുടെ ജാക്കറ്റ്. ബാക്കി എല്ലാ സാധനങ്ങളും നമ്മൾ പാക്ക് ചെയ്ത് വണ്ടിയിൽ കൊണ്ടുവച്ചു. ഓക്കെ, സോ വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട്. ജസ്റ്റ് 1 night stay, but we are excited. മതി. അങ്ങനെ ഞങ്ങൾ ജേർണി സ്റ്റാർട്ട് ചെയ്തു. മൊമോഷിത സുഗിന്റെ മടിയിൽ ഇരുന്നിട്ട് പോണ്. സോറോ ബേബി ഇതാ മമ്മിന്റെ അടുത്തുണ്ട്. റൂഫി ബേബി ഇതാ മമ്മിന്റെ ബാക്കിലുണ്ട്. ഒരു വണ്ടി നിറയെ പട്ടികളുമായി ഞങ്ങൾ ട്രിപ്പ് പോവുകയാണ് ഗൈസ്. മൊത്തം 5 പട്ടികളുണ്ട് കേട്ടാ. അത് ഗോൾഡൻ റിട്രീവർ അല്ലേ മറ്റേ? ഒരു ലാബ്, 4 ഷിറ്റ്സു. അതായത് ബെല്ല ഉണ്ട്. ബെല്ലേനെ അവിടെ പോയിട്ട് കാണിക്കാം. ഞങ്ങളിപ്പോ കണ്ടു ബെല്ലേനെ. ഇനി ഞങ്ങൾ അവിടെ പോയിട്ട് കാണിക്കാം. എത്താറായി. ഇനിയിപ്പോ എത്ര, ഒരു half an hour more. Why it's coming out? Oh, I will take this. Give me one more packet. ഇതാണ് ഞങ്ങള് എടുത്തേക്കുന്ന പ്രോപ്പർട്ടി. ഇവിടെ നിറയെ വില്ല പ്രോപ്പർട്ടീസ് ആണ്. ഇതൊക്കെ ഇതുപോലെ കൊടുത്തിട്ടുണ്ട്, ഫാം വില്ല പറഞ്ഞിട്ടാ. സോറോ വാ, ഇതെല്ലാം ഇതുപോലെ കൊടുത്തേക്കാട്ടോ, അങ്ങനെ റെന്റിന്.
അപ്പോൾ ഈ പ്രോപ്പർട്ടി നന്നായിട്ടുണ്ട്. Yeah, we should overtake them. Volume bada. Like she's scaring her. She won't bite, but she will just show that. ഇപ്പോഴാണ് പൂളൊന്ന് ശാന്തമായത്. ഇത്ര നേരം എല്ലാവരും പൂളിൽ കിടന്ന് ആർമിക്കുന്നത്. അപ്പോൾ ഞാൻ കാണിച്ചില്ല, ഇപ്പോൾ പൂള് കാണിക്കാം. നല്ല രസമുണ്ട്, ഒരു നല്ല ബുദ്ധായിട്ട്. പ്രോപ്പർട്ടി ടൂർ ഞാൻ ചെയ്തില്ല, ഞാൻ വന്ന ഉടനെ ചെയ്യാൻ വിചാരിച്ചതായിരുന്നു കേട്ടോ. പക്ഷെ ചെയ്യാൻ പറ്റിയില്ല. എന്താ വെച്ചാൽ വന്നതും ഞങ്ങൾ ഇവിടെ അർമാദിക്കാൻ തുടങ്ങി എല്ലാവരും കൂടെ. എൻ്റെ പിള്ളേരാണ് ദ ഹാപ്പിയസ്റ്റ് ഹിയർ ആക്ച്വലി. അവർ ഫുൾ ഫ്രീഡം എൻജോയ് ചെയ്തിട്ടിരിക്കുന്നുണ്ട്. വെള്ളത്തിൽ പോയി കടന്നു അർമാദിക്കാണ്. ബെല്ല, ഹേ ബെല്ല. സോ നമ്മൾ ഓൾറെഡി ഇവിടെ പണികളൊക്കെ തുടങ്ങി. ബാർബിക്യൂ ചെയ്യാനുള്ള ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്യുന്നുണ്ട്. കുറേ ഐറ്റംസ് ഉണ്ട് ബാർബിക്യൂവിന്. പ്രോൺസ് ഉണ്ട്, പൈനാപ്പിൾ, മഷ്റൂം, പനീർ, പിന്നെ വെജീസ്, പിന്നെ അത് ഡോഗ്സിനുള്ള ചിക്കൻ റൈസ് ഉണ്ടാക്കി. എല്ലാ സാധനങ്ങളും ഉണ്ട്. ഫ്രിഡ്ജ് നിറയെ സാധനങ്ങളുണ്ട്. ഇതാണെന്ന് പിള്ളേരെ ഫുഡ്. ചിക്കൻ റൈസ് വിത്ത് സം റൂൾസ്. കാരണം ചിക്കൻ പീസ് കുറവായിരുന്നു ഇവരുടെ കയ്യിൽ, ബാക്കിയൊക്കെ തീർന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവർക്ക് ഇത് കൊടുക്കാം, കുറച്ച് റൂൾസ് മിക്സ് ചെയ്തിട്ട്. ഇതാ 3 ആൾ ഇവിടെ വെയിറ്റിംഗാ. ഫുഡ് തരട്ടെ? വിശക്കുണ്ടാ? ബാ ഫുഡ് തരാം. ഞാൻ 3 പേർക്കും ഫുഡ് വെച്ച് കൊടുത്ത്. ഇവിടെ ഈ തൊട്ടടുത്തുള്ള വീട്ടിൽ ഒരു ഗ്രൂപ്പ് വന്നിട്ടുണ്ട്. അവര് നമ്മളെക്കാളും വൈബിങ് ആട്ടാ. നമ്മളന്ന് അത്ര വൈബില്ല. അപ്പം എല്ലാവരും കുറച്ച് ഡൗൺ ആയിട്ടുണ്ട്. തിരിച്ച് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ബാർബിക്യൂം ബോൺഫയറൊക്കെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ വൈബ് വരും എന്ന് വിചാരിക്കണം. ലെറ്റ്സ് സീ. ഇപ്പോൾ പിള്ളേർ ഫുഡ് കഴിക്കും. സോ അങ്ങനെ ഡേ 19 ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്ക്, കമൻറ്റ്. പിന്നെ ഇതിൻ്റെ ബാക്കിയൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞാൻ പോയി കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവരെല്ലാവരും നൈറ്റ് ഫുൾ ഉണർന്നിരുന്ന് വീണ്ടും ഫുഡ്, ചോറും കറിയൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടൊക്കെയാണ് പുലർച്ചെ ആകുമ്പോഴാണ് ഉറങ്ങിയത്. ഞാൻ ഉറങ്ങിയിട്ട് പിന്നെ രാവിലെ നല്ല ഫ്രഷ് ആയിട്ട് എണീറ്റു. ബൈ.